രാമേന്ദ്ര സാർ നമസ്കാരം. വലിയൊരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മാലദ്വീപ്സുമായി ബന്ധപ്പെട്ട്. അവിടുത്തെ പ്രതിപക്ഷം അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇത് പറയുന്നത് അവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ്. സത്യത്തിൽ എന്താണ് മാലദ്വീപ്സിൽ സംഭവിക്കുന്നത്? ഇത് ഞായറാഴ്ച പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് സാധാരണഗതിയിൽ ഞായറാഴ്ചകളിൽ ബാങ്കുകൾ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഞായറാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിട്ട് കരുതേണ്ടതില്ലല്ലോ. അപ്പോൾ ബാങ്ക് പറഞ്ഞു, ബാങ്ക് ഓഫ് മാൽദീവ്സ് പറഞ്ഞു, ഫോറിൻ ഈ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലുമുള്ള വിദേശ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതിലെ അലവൻസ് കൊടുക്കുന്നത് ഈ ഫോറിൻ ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ പ്രത്യേക ഇളവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന് ബാങ്ക് ഞായറാഴ്ച പ്രഖ്യാപിച്ചു. അത് ഈ അവിടുത്തെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പ്രസിഡന്റ് മുയൂസു പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ബാങ്കിൻ്റെ ഈ തീരുമാനം വരുന്നത്. അപ്പോൾ ഫോറിൻ റിസർവ്സ് ഒന്നും വിദേശ നാണ്യമൊന്നും കാര്യമായിട്ടില്ല എന്നൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ പൊതുവെ ഈ സാമ്പത്തികാവസ്ഥ പരിങ്ങലിലാണ് എന്നുള്ള ഒരു അവസ്ഥ ഈ ബാങ്കിൻ്റെ പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് രൂക്ഷമായ സിറ്റുവേഷൻ, സാമ്പത്തിക നില. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് ഞായറാഴ്ച ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഈ മുയിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ ചുരുക്കം. അപ്പോൾ അവിടുത്തെ മാൽദീവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി MDP എന്ന് പറയുന്നതാണ് പ്രതിപക്ഷം. ഈ സർക്കാരിൻ്റെ സാമ്പത്തികാവസ്ഥ പരിതാപകരമാണ്, അതുകൊണ്ട് മുയൂസ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനും വിദേശ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴുള്ള ഇളവുകളൊക്കെ മരവിപ്പിക്കുന്നതായിട്ട് ആ പ്രഖ്യാപനം വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പല സ്ഥലത്തും പ്രക്ഷോഭം നടത്താനും വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്താനും ഒക്കെ പല രാജ്യങ്ങളിലൊക്കെ ആഹ്വാനങ്ങൾ കാണുന്നത് പോലെ അവിടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ബോട്ട് അക്കൗണ്ട്സ്, വ്യാജ ആളുകളെ വെച്ചിട്ടുള്ള അക്കൗണ്ടുകൾ വഴി തെരുവുകളിൽ നാട്ടുകാർ മുഴുവൻ ഇറങ്ങി പ്രക്ഷോഭം നടത്തി ഈ സർക്കാരിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ ബാങ്കിൻ്റെ പ്രഖ്യാപനം സാധാരണഗതിയിൽ സർക്കാരുമൊക്കെ ആലോചിച്ചിട്ടാണല്ലോ ചെയ്യുക. ഇത് പക്ഷെ ബാങ്കിൻ്റെ പ്രഖ്യാപനം സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു. ശനിയാഴ്ച ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ചേർന്നിട്ട് തീരുമാനം എടുക്കുകയും അത് ഞായറാഴ്ച പ്രഖ്യാപിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെന്തോ ഒരു ഗൂഢാലോചന എന്നുള്ളതാണ് മുയൂസ് തന്നെ പറയുന്നത്. അത് അയാൾ തന്നെ ഭരണം മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ചൈനയോട് അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ ബാങ്ക് ഓഫ് മാൽദീവ്സ് ഈ പീപ്പിൾസ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് PNC അതാണ് ഭരണപക്ഷം, മുയൂസുവിൻ്റെ പാർട്ടി. അപ്പോൾ അതിനെതിരായ സംഗതിയാണ് ബാങ്ക് നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഗോൾഡ് ഈ കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, അതിൻ്റെ പരമാവധി മാസം ട്രാൻസാക്ട് ചെയ്യാവുന്ന സംഖ്യ, ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ വെച്ചിട്ട് വിദേശ നാണ്യത്തിൽ ചെയ്യാവുന്നത് $100 പരിമിതപ്പെടുത്തുന്ന പ്രഖ്യാപനവും ബാങ്കിൻ്റെതായിട്ട് വന്നു. $100 എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണല്ലോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽദീവ്സിലിപ്പോൾ മറ്റേ വിദേശ നാണ്യത്തിൻ്റെ ചെലവ് ഡോളർ, അതായത് ഡോളറിൻ്റെയൊക്കെ ചെലവാക്കുന്ന ഡോളർ കൂടുതലും വരുന്ന ഡോളർ വളരെ കുറവാണ്. അപ്പോൾ
അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ ഡോളറിൽ പേ ചെയ്യണമല്ലോ, അതെ, രാജ്യാന്തര വിനിമയങ്ങളിലുമൊക്കെ. തീർച്ചയായും അതിനുള്ള ഡോളർ അവിടെ ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അങ്ങനെയാണ് ബാങ്ക് ഇങ്ങനത്തെ ഈ പരിമിതപ്പെടുത്തൽ, നിയന്ത്രണങ്ങൾ ഒക്കെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് സർക്കാരിനുമായിട്ട് ആലോചിച്ചിട്ടല്ല, സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാകുന്ന വിധത്തിലുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബാങ്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, ഈ പരിധി $100 വെച്ച് കഴിഞ്ഞപ്പോൾ, ഈ കരിഞ്ചന്തയിൽ ഡോളർ കിട്ടുമല്ലോ. അതെ, എറണാകുളത്ത് ചില സ്ഥലങ്ങളിലുമൊക്കെ കിട്ടുന്നതൊക്കെ പണ്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചില കടകളിലുമൊക്കെ നമ്മൾ പല ബ്രോഡ്വേയിലോ എവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡോളറൊക്കെ എടുക്കുന്ന കടകൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടൊക്കെ ഇവിടെ അതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കരിഞ്ചന്തയിലെ റേറ്റ് ഡോളറിൻ്റെ കൂടിയതായിട്ട് ഇപ്പോൾ അവിടുത്തെ പത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കിതിൽ രസമായിട്ട് തോന്നിയത്, ഇപ്പോഴത്തെ വിവരം അട്ടിമറി ശ്രമം നടന്നു എന്ന് പ്രസിഡന്റ് മുയൂസ് പറയുമ്പോൾ, ഈ മുയൂസുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത ധാരാമാധ്യമങ്ങളിലൊക്കെ പിന്നീടേ വന്നുള്ളൂ. ചർച്ച ചെയ്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അവിടെ പരിസ്ഥിതി മന്ത്രിയായിരുന്ന ഫാത്തിമ ഷംനാസ് അലി സലീം, ഇവരെയും 2 സഹോദരന്മാരെയും ഈ അവിടെ പോലീസ് പിടിച്ച് തടവിലൊക്കെ വെച്ചിരുന്നു. ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇവരുടെ മുൻ ഭർത്താവ് ആദം റമീസും മന്ത്രിയായിരുന്നു, അയാളെയും പുറത്താക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവര് പ്രസിഡന്റ് മുയൂസിനെ പുറത്താക്കാനായിട്ട് കൂടോത്രം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കിയത്. സ്വന്തം മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാര് ഈ കൂടോത്രം നടത്തി എന്ന് പറഞ്ഞിട്ട്, ആ കൂടോത്രം ഇവിടെ ചില കൂടോത്ര ആരോപണങ്ങളും ഒക്കെ കെ സുധാകരനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്തൊക്കെ തന്നെയാണ്, ജൂണിനും ഒക്കെ. പക്ഷെ അതൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ മാലദ്വീപ് കൂടോത്രം ഇവിടുത്തെ DK ശിവകുമാർ പറഞ്ഞതൊക്കെ ആയിട്ട് ഏതാണ്ട് ഒന്നിച്ചൊക്കെയാണ് വന്നത്. മൊത്തം കൂടോത്ര വിഷയമാണ്. അവിടെ ഇങ്ങനെ കൂടോത്രം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ചില മന്ത്രിമാര്, ഈ ഫാത്തിമ ഷംനാസ് അലി സലീം എന്ന് പറയുന്ന മന്ത്രി, പുറത്താക്കപ്പെട്ട മന്ത്രി, ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഇദ്ദേഹം അവിടെ മേയറായിരുന്നു കോർപ്പറേഷൻ്റെ, ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുയൂസു ഇതിനു മുമ്പ് കോർപ്പറേഷൻ്റെ ആദ്യത്തെ മേയർ. അന്ന് മുയൂസുവിൻ്റെ കൂടെ കൗൺസിൽ അംഗമായിരുന്ന സ്ത്രീയാണ് അവരെയാണ് ഈ പുറത്താക്കിയത് ഈ കൂടോത്രത്തിൻ്റെ പേരിൽ. ചില മന്ത്രിമാർ കുറേ നാൾ മുമ്പ് ഈ ഇന്ത്യക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോയിട്ട് അവിടെ സന്ദർശനം നടത്തിയതൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അദ്ദേഹം ലക്ഷദ്വീപിൽ പോവുകയും അങ്ങോട്ട് വിനോദസഞ്ചാരികൾ, ടൂറിസം ലക്ഷദ്വീപിൽ ശക്തിപ്പെടുകയൊക്കെ ചെയ്തു. നമ്മൾ ഇവിടുന്ന് പോകുന്ന ഇന്ത്യക്കാർ മാലദ്വീപിലേക്കുള്ളത്, മാലദ്വീപിൻ്റെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസം ആളുകൾ ഹണിമൂണിനൊക്കെ പോകുന്നത്. അതൊക്കെ അതിഭീകരമായിട്ട് താഴേക്ക് കുറഞ്ഞു വന്നു. സാർ, അവിടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സംശയമല്ല, അത് പ്രധാനമന്ത്രിയുടെ ആ ഒരു നീക്കം, അതായത് ലക്ഷദ്വീപിൽ അദ്ദേഹം എത്തുന്നു, അവിടെ നിന്ന് അദ്ദേഹം അവിടെ ഇരിക്കുന്നൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നു, അത് ലോകത്താകമാനം വലിയ രീതിയിൽ കത്തിപ്പടരുകയാണ്. അതോടുകൂടി ഈ ലക്ഷദ്വീപിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ വികസനത്തെക്കുറിച്ച്, അതിൻ്റെ മറ്റ് സാധ്യതകളെ പറ്റിയെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വന്നത്. ചർച്ച വന്നു മാത്രമല്ല, അതിൻ്റെ ഫലം സംഭവിച്ചു. അതെ 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 അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മാലദ്വീപ് ചൈനയുടെ കൂടെ ചേർന്ന് അവരുടെ ബിൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് BRI എന്ന് പറഞ്ഞതിലൊക്കെ അംഗത്വമൊക്കെ ആയിട്ട് ചൈനയുടെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അടിസ്ഥാന സൗകര്യ പദ്ധതികളൊക്കെ മാലദ്വീപിലൊക്കെ നടക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് കൂടുതൽ ടൂറിസ്റ്റുകളെയൊക്കെ ഈ മുയൂസു വിളിക്കുകയുമൊക്കെ ഉണ്ടായി. കുറേ നാൾ ഇന്ത്യയുമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. അടുത്ത കാലത്ത് മറ്റേ മോദി അധികാരമേൽക്കുമ്പോൾ മുയൂസും ഒക്കെ വന്ന് ചർച്ചയൊക്കെ നടത്തി പോയി. ഇപ്പം അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണ് മുയൂസിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്ന് വേണം കണക്കാക്കാൻ. ലക്ഷദ്വീപിൽ ഇപ്പോൾ ഞാൻ കണക്ക് നോക്കി, ലക്ഷദ്വീപിൽ ഇപ്പോൾ ഫ്ലൈറ്റുകളുടെ എണ്ണത്തിൽ 88% വർധന ഉണ്ടായിട്ടുണ്ട് മോദി പോയ ശേഷം.
കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക്. 88%. അതായത് നമ്മുടെ മോദി പോയത് ജനുവരിയിലാണ്. അപ്പോൾ ജനുവരിയിൽ പോയ ശേഷം ഈ അഗത്തിയിലാണ് എയർപോർട്ടുള്ളത്, ലക്ഷദ്വീപിൻ്റെ. അഗത്തിക്ക് ഇപ്പോൾ കൂടുതൽ വിമാന സർവീസുകൾ, വിമാന സീറ്റുകൾ ഒക്കെ ആയി. 22,990 പേര് ഈ ഏപ്രിൽ ജൂണിൽ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ നിന്ന് പോയി. 22,990 2024 ഏപ്രിൽ ജൂണിൽ. കഴിഞ്ഞ കൊല്ലം 2023 ഏപ്രിൽ ജൂൺ കാലത്ത്, അതാണ് ശരിക്കുള്ള സീസൺ, 11,074 മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഇരട്ടിയായി. അതാണ് ഈ മാലദ്വീപ് ഇന്ത്യയോട് അടഞ്ഞതിനെ തുടർന്ന് സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ ഇരട്ടിയായി. മാലദ്വീപിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു. 28,604 പേരാണ് ഈ കാലയളവിൽ പോയിരിക്കുന്നത് മാലദ്വീപിലേക്ക്. ഇതേ കാലയളവിൽ കഴിഞ്ഞ കൊല്ലം 2023 54,207 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പകുതി കണ്ടോളം കുറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൂടുതൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയുടെ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അത്രയും എണ്ണമൊന്നും വരുന്നില്ല. 2024 ആദ്യ പകുതിയിൽ ആകെ 1.2 ലക്ഷം ടൂറിസ്റ്റുകളാണ് മാലദ്വീപിൽ പോയിരിക്കുന്നത്. അതിൽ 63,450 പേര് ഇന്ത്യക്കാർ. ഇതിൽ 42.5% കുറവാണ് മൊത്തം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ. ചൈനക്കാർ കുറച്ച് പേര് കൂടിയെങ്കിലും. അപ്പോൾ ചൈനയിൽ നിന്ന് 9.2% ആണ് കൂടിയിരിക്കുന്നതെന്നാണ് കാണുന്നത്. അകത്തേക്കുള്ള ഫ്ലൈറ്റുകൾ 88% കൂടിയിട്ടുണ്ട്. ജൂലൈ 2024 7,844 ടിക്കറ്റുകൾ, എയർ ടിക്കറ്റുകൾ മാലദ്വീപിലേക്കുള്ള വിറ്റു. 2023 2,170 മാത്രമായിരുന്നു. 2,170 എന്നുള്ളത് ഏതാണ്ട് 4 ഇരട്ടി വർദ്ധിച്ചു സീറ്റ്. അതെ, ഈ ടിക്കറ്റുകൾ. അലയൻസ് എയർ, ഇൻഡിഗോ, ഫ്ലൈ 91 ഇത്രയും ഫ്ലൈറ്റുകളാണ് ഉള്ളത്. അലയൻസ് എയർ ആഴ്ചയിൽ 8 ഫ്ലൈറ്റ്. ഇൻഡിഗോ, ഈ അലയൻസ് എയർ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇൻഡിഗോ എല്ലാ ദിവസവും കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈ 91 ഗോവയിൽ നിന്ന് ദിവസവും ഫ്ലൈറ്റ് ഉണ്ട് മാലദ്വീപിലേക്ക്. അപ്പോൾ ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സാർ, അത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ മാലദ്വീപ്സിന് ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ? കാരണം ഇന്ത്യയോട് ഇടഞ്ഞാൽ ഈ കളി നടക്കില്ല, ഇത് ഞങ്ങളുടെ വരുമാനത്തെ ബാധിക്കും, അല്ലെങ്കിൽ തിരിച്ചടി ഏത് വിധത്തിൽ വേണമെന്ന് ഇന്ത്യയുടെ ഭരണാധികാരിക്ക് കൃത്യമായി അറിയാം എന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാലദ്വീപ് നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമില്ല. എന്നാലും അതൊരു താവളം എന്നുള്ള നിലയ്ക്ക് ഈ സൈനിക പ്രാധാന്യം, അങ്ങനത്തെ നിർണായക പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പട്ടാളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ, സുരക്ഷാ ഭടന്മാരും ഒക്കെ, ഇവരൊക്കെ പുറത്തു പോകണം എന്നൊക്കെ അവിടെ നിന്ന് ഇൻസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം എന്താ, വിദേശ നാണ്യ വിനിമയം. വിദേശ നാണ്യം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. അത് കിട്ടാത്തതിനുള്ള ഒരു കാരണം ഇന്ത്യ തന്നെയാണല്ലോ. ഇന്ത്യയിൽ നിന്ന് ആളുകൾ പോകുന്നില്ല, ഇന്ത്യയുമായിട്ടുള്ള കച്ചവടങ്ങൾ നടക്കുന്നില്ല. അങ്ങനെയാണല്ലോ അവിടെ ഇപ്പോൾ ഡോളർ ഇല്ലാതെ പോയത്. അല്ലാതെ എവിടെ ഡോളർ നിന്ന് കിട്ടാനാണ്. അപ്പോൾ ഈ അട്ടിമറി ശ്രമം എന്നൊക്കെ മുയൂസ് പറഞ്ഞാലും ഇത് ഇന്ത്യയോട് ഇടഞ്ഞതിൻ്റെ ഭാഗമായി അവിടെ ഒരു സാമ്പത്തിക പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു. ഇതാണ് എനിക്ക് മുയൂസ് പറഞ്ഞതിൽ നിന്നും ഈ ബാങ്ക് ന്യായമായി അവരുടെ നിയന്ത്രണങ്ങൾ ചെയ്തതാണ്. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി ഇടഞ്ഞത് കൊണ്ടുള്ള സാമ്പത്തികമായ മാന്ദ്യവും കാര്യങ്ങളുമാണ്. അത് അട്ടിമറിയായിട്ട് മുയൂസ് വ്യാഖ്യാനിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും. അപ്പം ഈ മാലദ്വീപ്സിൻ്റെ കാര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായി അവരിടഞ്ഞതിൻ്റെ ഒരു ഫലമാണ് ഇപ്പം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സാറ് പറയുന്നത്. എന്തായാലും നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടെ വരുന്ന സമയത്ത് നോക്കിക്കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.